ഹേ ഗായ്സ്, നമുക്ക് സാരി എടുത്തിട്ട് നമുക്ക് ഓണത്തിനൊക്കെ വേണ്ടിയിട്ടൊരു മേക്കപ്പ് ലുക്ക് ചെയ്യാം. ഞാൻ എടുത്തിട്ടുള്ള ഗ്രീൻ ബ്ലൗസും പീക്കോ എംബ്രോയിഡറി വർക്ക് വരുന്ന സാരിയാണ്. ഫൗണ്ടേഷൻ ആണ് ആദ്യമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കിൻ കെയർ ഒക്കെ ചെയ്തതിന് ശേഷം, സ്കിൻ നല്ല പ്രിപ്പ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ മേക്കപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. കോംബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം നമുക്കൊന്നും കൂടെ കോംബ് ചെയ്ത് കൊടുക്കാം, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് കൺസീലർ ഇട്ട് കൊടുക്കാം. കൺസീലർ ഇപ്പൊ ഇന്ത്യയിൽ സ്റ്റിക്ക് കൺസീലർ ആണുള്ളത്. നിങ്ങളിലുള്ള കൺസീലർ അപ്ലൈ ചെയ്യുക. അപ്പൊ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്താക്കി കൊടുക്കുകയാണ്. ഞാൻ ഇന്നെല്ലാം കൈകൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ, ഐ ഷാഡോ ഒഴികെ. ഐ ഷാഡോ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു പിങ്ക്, ഒരു പീച്ച് ടൈപ്പ് കളർ എടുത്തിട്ടുണ്ട്. നമ്മളെ മുകളിലത്തെ രണ്ട് കൺപോളയിലും താഴത്തെ കൺപോളയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഐലൈനർ എടുത്തിട്ടുണ്ട്. മുകളിൽ നന്നായിട്ട് വരച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള തിക്നെസ്സിൽ എന്ത് ചെയ്യാം, വരച്ചു കൊടുക്കാം ഐലൈനർ. കാജൽ എടുത്തിട്ടുണ്ട്. കാജൽ എടുത്തിട്ട് നമ്മളെ കണ്ണിൻ്റെ എന്താ പറയാനായിട്ട് കണ്ണിൻ്റെ പോളയ്ക്കകത്ത്, താഴത്തെ കണ്ണിൻ്റെ പോളയ്ക്കകത്തും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, വരച്ചു കൊടുക്കാം. നമ്മൾ ഐലൈനർ വരയ്ക്കുമ്പോഴത്തേക്ക് രണ്ട് കോർണർ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് കാജൽ വരയ്ക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടും. അതിനുശേഷം ലൂസ് പൗഡർ എടുത്തിട്ടുണ്ട്. ലൂസ് പൗഡർ വെച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ കൺസീലറും ഫൗണ്ടേഷനൊക്കെ ഇട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ലൂസ് പൗഡർ എടുത്ത് ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ബ്ലഷ് ഇട്ട് കൊടുക്കുകയാണ്. ബ്ലഷ് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് ചീക്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ, ഇപ്പോൾ പീച്ചോ പിങ്കോ റെഡോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഹൈലൈറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു റെഡ് ഷെയ്ഡിൽ വരുന്ന ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്, അതും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പൊട്ടും കൂടെ വെച്ച് കൊടുക്കാം. നമ്മൾ ഹെയറിൽ സെൻറ്റർ പാർട്ടീഷൻ എടുത്തതിന് ശേഷം നമ്മുടെ ഫ്രണ്ടിൽ നിന്നല്ല കുറച്ച് മാറിയിട്ട് മുകളിലോട്ട് മാറ്റി നമ്മൾ കുറച്ച് ഹെയർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തെറ്റി കൊടുക്കുക. ഇതേ കണക്ക് തന്നെ അപ്പുറത്ത് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഹെയർ എടുത്ത് ട്വിസ്റ്റ് ചെയ്ത് ഈ തെറ്റീൻ്റെ അപ്പുറത്താക്കി കൊടുക്കുക. വീണ്ടും കുറച്ച് ഹെയർ എടുക്കുക. വീണ്ടും ട്വിസ്റ്റ് ചെയ്ത് ഈ തെറ്റീൻ്റെ അപ്പുറത്ത് കൂടെ എടുത്ത് ഇത് റിപ്പീറ്റ് ചെയ്യുക. ഇത് തന്നെ അപ്പുറത്തും ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ച് മുടി ഫ്രണ്ടിലോട്ട് ഇടുന്നുണ്ട്. ഹെയർ സ്റ്റൈൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട് വരുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പം ബാക്കിൽ വന്നിട്ട് ഈ മുടി ഓപ്പൺ ആയിട്ടാണ് ഇടുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ജാസ്മിൻ ഫ്ലവർ, ഇപ്പം എന്നെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്ലാസ്റ്റിക്കാണ് വയ്ക്കുന്നത്. കഴുത്തിൻ്റെ ബാക്കിൽ കൂടെ എടുത്ത് ഹെയറിൽ വെച്ച് പിൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനൊരു നെക്ക് പീസ് ഇട്ട് കൊടുക്കുകയാണ്. ഞാനൊരു പാലക്കേര ഒരു നെക്ലസ്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 കമ്മലും പിന്നെ കുപ്പികളാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചയും, ഒരു കയ്യിൽ പച്ചയും പിന്നെ ഒന്നിലും വെള്ളയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.